അപ്പോൾ ഗൈസ് ഇന്ന് 15K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ചിലവാട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ചിലവ് ഞാൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ഏട്ടനും കണ്ണനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവർക്കും ഞാനാണ് ചിലവ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ കറൻ്റ് ഞാനുള്ള മുക്കത്ത് ന്യൂ ബ്ലോഗർ ബോൺ ഇൻ സിറ്റി കാരശ്ശേരി ജംഗ്ഷനിലാണുള്ളത്. ബാക്കിയോടെ പറയേ, എനിക്കറിയാം. 15K ഫോളോവേഴ്സ് ആയതിന്റെ ഭാഗമായുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഇവിടെ ഒരു എത്തിയത്? എന്താണ് ഇതിന്റെ യാത്രേന്റെ ഒരു പൊരുൾ ചുരുക്കം? യൂട്യൂബ് യാത്രേന്റെ തുടക്കം പറയുന്നത് വളരെയധികം എന്താ പറയാ, എനിക്ക് പറയാൻ ടെൻഷൻ ആവുന്നു. അപ്പോ അതാണ് അത്ര കഷ്ടപ്പാടില്ലെന്ന് പറഞ്ഞാൽ. അപ്പോൾ തുടങ്ങിയെന്താ വെച്ചാൽ സിമ്പിളാണ്. ഏട്ടനെ ചീത്തയിട്ട് നമുക്ക് ഐഫോൺ കിട്ടിയല്ലോ, പിന്നെ നമ്മൾ തുടങ്ങണമല്ലോ. അതാണ് ഒക്കെ തുടക്കത്തിന് കാരണം. അപ്പോൾ ഐഫോൺ കിട്ടി സർപ്രൈസ് ആയിട്ട് എനിക്ക് വാങ്ങി തന്നതിനെ കൊണ്ട് സർപ്രൈസ് ആയിട്ട് ഏട്ടൻ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ 2 ദിവസമൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചെങ്കിലും വളരെ എന്താ പരിതാപകരമായി പരാജയപ്പെട്ടു. എന്താ ഈ പറയാത്തത്? അപ്പോൾ അതിനുശേഷം എൻ്റെ ഫുൾ വീഡിയോസ് എഡിറ്റൊക്കെ ഏട്ടനാണ്. അപ്പോൾ അതിലെന്ത് ഇത് വന്നാലും നിങ്ങൾ ക്ഷമിക്കുക, കാരണം എൻ്റെ ഏട്ടനാണ് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ. ഇത്രയും നല്ല ക്രിയേറ്ററായി എസ്റ്റാബ്ലിഷ് ആയി പെട്ടെന്ന് 15K ഫോളോവേഴ്സിലേക്ക് എത്തി. എൻ്റെ ഫേസിന്റെ വാല്യൂ ആണ്, എന്താണ് അതിന് റീസൺ? പിന്നെ അകത്തേക്ക് പോകണ്ടേ? ആരാണ് അകത്തുള്ളത്? ഇപ്പോൾ അകത്ത് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, നമുക്ക് ഓരെ കാണാൻ പോവാ അല്ലേ? അകത്ത് പനി മാറിയിട്ടേ ഉള്ളൂ, ഒന്നും വിചാരിക്കരുത്. അകത്ത് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, നമുക്ക് ഓരെ കാണാൻ വേണ്ടി പോവാ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കറൻ്റ് ഉള്ളത് കാരശ്ശേരിയിലുള്ള ക്രഞ്ചിക്കിലാണ്. ഇവിടെ നിന്നാണ് അവളെ ട്രീറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഫ്രൈഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പിസ്സ പറഞ്ഞിട്ടുണ്ട്, സ്പെഷ്യൽ നാടൻ പിസ്സയാണ്. അപ്പോൾ അകത്ത് പോയി കഴിഞ്ഞാൽ അമ്മേനും അച്ഛനും കാണാം. പിസ്സ കഴിക്കാത്ത എനിക്ക് എന്തിനാണ് പിസ്സ എന്നാണ്. എന്ത് പറ്റി ഇവിടെ ഇത്രയും ഒരു വളർച്ച എത്തിയിട്ട്? എളിമ എന്തുകൊണ്ടാണ് എൻ്റെ മുഖത്ത് ഇങ്ങനെ തെളിയുന്നത്? എളിമയുടെ എളിമക്കുന്നാണ് ഇവള്. അമ്മ അച്ഛൻ പറയ്. അച്ഛനും അമ്മേനും കാണാൻ വേണ്ടി പോവാണ്. പറയരുതേന്നല്ലേ. ഒരു ഗസ്റ്റ് കൂടെ ഉണ്ട്, ചിലപ്പോ എത്തോ എത്താണ് എന്താ കാണാം. അകറിക്കോ അമ്മേനെ അച്ഛനെ കാണിച്ചിരിക്കും. ഇപ്പൊ കാണിക്കുമ്പോൾ അമ്മേനെ അച്ഛന് കാണിച്ചു സർപ്രൈസ്. ബിസി ആയിട്ടുള്ള അച്ഛൻ, നൈറ്റ് പാർട്ടിയും ഡാൻസ് ചെയ്ത് നടക്കുന്ന അച്ഛൻ, ആകെ ഉണ്ടായിരുന്നത് ബോർഡിങ് സ്കൂളില്. അമ്മ ചമ്മറം പഠിക്കുന്നത് കുറച്ച് തിരക്കുള്ള ആളാണ്. അമ്മയാണ് സ്പെഷ്യൽ. അച്ഛൻ 2 വാക്ക് പറയും. ഇപ്പോൾ അച്ഛന് ഇന്ദുമോളെ വളർച്ചേനെ കുറിച്ച് 2 വാക്ക് പറയോ? ആടിരിക്കേ, ആടിരുന്നോ? അല്ല, അച്ഛനെടുത്തിരിക്കേ. ചീഫ് ഗസ്റ്റ് ആയതുകൊണ്ട് അച്ഛനെടുത്തിരിക്കും. എന്റെ വളർച്ചേനെ കുറിച്ച് അച്ഛൻ എന്താ പറയാനുള്ളത്? വളർച്ച പോരാ, അങ്ങനെയല്ല. യൂട്യൂബ് നല്ല വളർച്ച. ഭാഗ്യമൊക്കെ ഏട്ടൻ്റെ കാര്യം കൊണ്ടാണ് തോന്നുന്നത്, കഴിവുകൊണ്ട്. നമുക്ക് അടുത്ത ആളിലേക്ക് നീങ്ങാന്ന് വിചാരിക്കുന്നു. കണ്ണനോട് ചോദിക്കാം. നല്ല നെല്ലെത്തി കാണണം എന്നാണ് എനിക്ക് വലിയ ആഗ്രഹമുള്ളത്. അല്ല വേറെ ഒന്നുമില്ല. അടുത്ത മേമ ബിസിയാണ്. അടുത്ത മേമനോടാണ് ചോദിക്കേണ്ടത്. ആറ് ബിസി കാരണം ഇനി നമുക്ക് ഫുഡ് എത്തിയിട്ട് ബാക്കി പറയാട്ടോ. എന്താ പറയണ്ടേ? അയ്യോ, എൻ്റെ ക്യാമറ അതല്ലേ. എന്താ പറയണ്ടേ? എന്നതിൻ്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. മധുകൂത്തുണ്ട്, പിസ്സ ഉണ്ട്. ഇതെന്താ? ബർഗർ. ഗൈസ്, എല്ലാവരും അപ്പം അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 20ഒക്കെ തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാണാൻ ഏറ്റവും ഇഷ്ടമായതാ കേട്ടോ, ബർഗറാണ് ഇഷ്ടമായത്. നമ്മൾ നിർത്തുന്നുണ്ട്. പിന്നെ ഏട്ടന് പിസ്സ ഭയങ്കര ഇഷ്ടമായത്. ഏട്ടനാണ് പകുതിയോളം വയറ്റിലാക്കിയ ഏട്ടനാണെന്നാണ് എൻ്റെ ഒരു ഇത്രേ ഉള്ളൂ അല്ലേ? എന്താ? ഇനി കൈയ്യേക്ക് വരട്ടോ. എന്താ ഈ വേണ്ട സെൽഫി എടുക്ക്. അപ്പം നമ്മൾ ഫലൂദയും മുനാഫയും കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കഴിച്ച വേറൊക്കെ സെറ്റാണ് അല്ലേ മേ? അല്ല അങ്ങനെയല്ല കേട്ടോ,
കുറേ കഴിക്കാൻ പറ്റില്ല, പക്ഷെ കഴിച്ച കുറച്ച് നല്ല വൃത്തി കഴിക്കാൻ പറ്റി. ഞങ്ങൾ ബാക്കി കഴിക്കാൻ വേണ്ടി കാത്തു കേട്ടോ. വെയിറ്റിംഗ് ഏട്ടാ. ഞാൻ കണ്ടില്ല എൻ്റെ ലൈഫിൽ. ഞാൻ അങ്ങനെ വെറൈറ്റി ഇത് ഫല് അത് ഇങ്ങനെ കണ്ടിട്ട് മോനെ ഞാൻ ഇന്നേ വരെ പോയിട്ടോ കഴിക്കാൻ പോകുന്നു. സത്യം പറഞ്ഞതിന് മുന്നേ കഴിച്ചോ? കഴിച്ച എക്സ്പീരിയൻസ് ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് തന്നെ ഐഡിയ അല്ല. കഴിച്ചോ എക്സ്പീരിയൻസ് ഇത് ഇതിന്റെ മുകളിൽ വയ്ക്കാണല്ലോ. ഇതിന്റെ മുകളിൽ വയ്ക്കണോ? ഈ കൊണ്ടുപോടോ. ഇത് ഓരോന്നോരോന്നേ കഴിക്കാൻ പറ്റെങ്കിൽ എന്നെ പറഞ്ഞോണ്ട് കഴിക്കുക. അതിന്റെ ലാൻഡ്സ്കേപ്പ് വീഡിയോ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് എടുത്തോണ്ടിരിക്കാണ്. കാരണം കാരണം നല്ല പേടിയുണ്ട്. അയച്ചോട്ടെ. നല്ല സ്വീറ്റാ. ആണോ? ഇഷ്ടമായോ? അപ്പൊ കഴിച്ചത് ഇഷ്ടമായതാണോ? എന്നാ ഒന്നുകൂടെ കഴിച്ചോ. നല്ല മധുരം അല്ലേ? ഒരു മിനിറ്റ്. നോക്കുവോ? ഇതെന്തേ പറയൂ. ഒരു മിനിറ്റ്. ചോക്ലേറ്റ് എനിക്കറിയില്ല. ചോക്ലേറ്റ് ചെറുതായിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിച്ചോക്കെ അമ്മ കഴിച്ചോളേ. കഴിച്ചു നോക്കി. വെറൈറ്റി ട്രൈ ചെയ്യണ്ടേ? എനിക്കിട്ട് വെറൈറ്റികൾ പിടിച്ചതല്ലേ. ഇഷ്ടമല്ല. ഇത് കൊടുത്തോ? എൻ്റെ മോളെ യൂട്യൂബ് അതിൻ്റെ ചിലവാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് അവൾ എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ. മധുരം സ്വീറ്റ് ആയിട്ടുള്ളതൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല എന്തായാലും. ഇതിങ്ങനെയാണ് മുറിക്കുക. ആ ഇങ്ങനെയാണ്. കുനാഫ എനിക്ക് നല്ല ഇഷ്ടമാണ്. ലാസ്റ്റ് കഴിക്കാം. മനഃപൂർവ്വം ചെറിയ എടുത്താൽ കണ്ട ചെറിയ അടി എടുത്താൽ അവിടെ വെച്ചോളി. അതിൻ്റെ മുകളിൽ വെച്ചോളി. ആ എടുത്തോ. എല്ലാവരും കഴിച്ചോ? കുനാഫേ കഴിക്കുള്ളൂ. കുനാഫേ കഴിക്കുള്ളൂ. അമ്മായിയേ അമ്മായി അമ്മോ ഞാൻ എങ്ങനെയാ ഗൈസ് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ ഐറ്റംസൊക്കെ കഴിച്ചു നോക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫ് ട്രൈ ചെയ്യുന്നത്. ഇവളുടെ ലൈഫിൽ ഇവൾ ഡെയിലി ഇതാണ് കഴിക്കല്. കാരണം അമ്മ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെയാണ് അല്ലേ? അമ്മ ഡെയിലി രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഇതാണ് ഉണ്ടാക്കി തരാറ് അല്ലേ? പറയിപ്പിക്കരുത്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നുണ്ട് അതൊക്കെ. ഞാനും ഇപ്പം ഇന്ന് ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ ആദ്യമായിട്ട് കഴിക്കുന്നത്. ഞാൻ പക്ഷേ ഇവിടെ നിന്ന് മറ്റേ ചീസി ക്രിസ്പി സ്ട്രിപ്സും ഫ്രഞ്ച് ചീസി ബർഗറാണ് ആയിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ മുമ്പ് കഴിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന്. അതാണ് കഴിച്ചത്. ബർഗർ ലൈഫിൽ ആദ്യമായിട്ട് അവൾ കള്ളത്തരം പറയുന്നതിന് മുമ്പേ രാജുവേട്ടനും കൂടെ അത്ര ഓർമ്മ ഉണ്ട്. രാജുവിനെ വിളിച്ചു ചോദിച്ചു. ഞാൻ കഴിച്ചില്ല. രാജുവിന് ഓർമ്മ ഉണ്ടാവില്ല. ഇവിടെ അന്ന് പഠിക്കുന്ന 3ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലേട്ടാ. ആ 7ാം ക്ലാസ്സിൽ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നൈറ്റൊക്കെ കഴിച്ച് അപ്പോൾ എന്തുമ്പോളെ 15K സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഓളെ വക ട്രീറ്റും കിട്ടി. വെറും തള്ളു മാത്രമാണ്. അന്തേണ്ട ചിലവാണ്. പൈസ അല്ലല്ലോ മക്കളെ. എനിക്കെന്ത് ചിലവ്? ഫുള്ള് ചിലവ് ഹെഡാണ് ഇപ്പോൾ. സംഭവം ശരിക്കും പറഞ്ഞാൽ അവൾ 15K സബ്സ്ക്രൈബേഴ്സ് ആയാലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ചാനലും കൂടെ പുതുതായി വളർത്തിയെടുത്ത് ഇവിടെ വരെ എത്താൻ പറ്റിയതും ഒക്കെ ഏട്ടൻ്റെ മിടുക്കുകൊണ്ടാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മിടുക്കൊന്നുമില്ല. നിങ്ങളെല്ലാവരും കൺസിസ്റ്റൻ്റായി വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഡെയിലി സക്സസ് ആവും. ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള ഒരു പാഷൻ ഉണ്ടായത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യം യൂട്യൂബ് ആയതുകൊണ്ട് ഞാൻ വെക്കും വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്ത്
എനിക്ക് വേണ്ടി ഏട്ടൻ തന്നെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നെ വെറുപ്പിച്ചുകൊണ്ട് ഏട്ടൻ സ്വന്തം എൻ്റെ വീഡിയോ എടുത്തിടും അതിലും വലിയ വെറുപ്പിക്കലാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഇന്ദുമോൾ ഇങ്ങനെ ഒരു സക്സസ്ഫുൾ ജേണി ഇനിയും മുന്നോട്ടേക്ക് എൻഹാൻസ് ചെയ്ത് അടിപൊളിയായി കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ, നല്ലൊരു യൂട്യൂബർ ആവാൻ പറ്റട്ടെ. ഏറ്റവും നല്ലൊരു ഫീൽഡാണ് യൂട്യൂബ് ഇൻഡസ്ട്രി ആയാലും ഈ ഇൻഫ്ലുവൻസർ ഫീൽഡ് ആയാലും. അത് മനസ്സിലാക്കി ഒരു കാലം ഒരു വരുമ്പോൾ അവൾക്ക് സമയം വൈകി പോകാതെ അവൾ ഇവിടെ എത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എന്തുമൊക്കെ ലാസ്റ്റായിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, ഉറങ്ങുക, എന്നാൽ പവറിങ് ഓഫ്.